അതിനു മുന്നേ ഒന്നും കഴിക്കില്ലായിരുന്നു. ഉം. ലങ്സിൽ വേദനയായിരുന്നു. എക്സ്റേ ചെയ്ത് നോക്കിയപ്പോ ലങ്സിൽ ലിക്വിഡ് ബോൾസ് ഉണ്ടെന്നാ പറഞ്ഞത്. 4th സ്റ്റേജ് ആയിരുന്നു. നല്ല വീക്കായിരുന്നു. വേദന ഉണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ കുറച്ച് ആക്റ്റീവായി. ഇപ്പൊ വേദനയൊക്കെ നല്ല കുറവുണ്ട്. എന്റെ ഫ്രണ്ട്സ് എല്ലാം റെക്കമെൻഡ് ചെയ്തു. പിന്നെ റിലേറ്റീവ്സും കണ്ടിട്ടുണ്ട്. അങ്ങനെ നല്ലതെന്ന് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നേ. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെയുള്ളത് പേഷ്യന്റ് റിലേറ്റീവ് ആണ്. മെഡിസിൻ യൂസ് ചെയ്തപ്പോൾ തന്നെ ഇവർക്ക് നല്ല മാറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെ മാറ്റങ്ങളാണെന്നും വരുന്നതിന് മുമ്പുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും കൂടാതെ ക്യാൻസർ സംബന്ധിച്ച് ഇവർക്കുണ്ടായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും. നമ്മുടെ കൂടെ പേഷ്യന്റ് റിലേറ്റീവ് ഉണ്ട്. നമുക്ക് എന്തായാലും ചോദിക്കാം. നമസ്കാരം മാഡം, പേരെന്താണ്? നമസ്കാരം. നസീം മോണിസ. പേഷ്യന്റ് ആരാ മാഡത്തിന്റെ? എന്റെ മദറിൻലോ മദറിൻലോ. ആ. പേരെന്താണ്? ഷമീൻ ബേഗം. ഓക്കെ. എത്ര വയസ്സുണ്ട്? 65. എവിടെ നിന്നാ വരുന്നത്? അമീർപേട്ടയിൽ അമീർപേട്ട. ഓക്കെ. ആ. ഇവിടെ വരുന്നതിന് മുമ്പ് എന്ത് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്? ലങ് ക്യാൻസർ. ലങ് ക്യാൻസർ അല്ലേ? ആ. ലങ് ക്യാൻസർ ആകുമ്പോ സിംറ്റംസ് ഒക്കെ വന്ന് കാണുമായിരിക്കുമല്ലോ. ആ. എങ്ങനെയാണ് ആ സിംറ്റംസ് ഒക്കെ മനസ്സിലായത് മദറിൻലോയ്ക്ക്? സിംറ്റംസ് അങ്ങനെയൊന്നും കണ്ടില്ലായിരുന്നു. ഉം. ലെൻസിൽ നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോ ഉം. ലെൻസില് ലിക്വിഡ് ബോൾസ് പോലെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ക്യാൻസർ ആണെന്ന് പറഞ്ഞത്. അതും 4th സ്റ്റേജ്. ഓക്കെ. ലിക്വിഡ് ആയിരുന്നോ ഉണ്ടായിരുന്നേ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ ലങ്സിൽ? എന്തെങ്കിലും മുഴയോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും? മുഴയൊന്നും ഉണ്ടായിരുന്നില്ല. അവര് ബയോപ്സിക്ക് അയച്ചായിരുന്നു. ഓക്കെ. അപ്പോഴാണ് ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് വന്നത്. ഓക്കെ. ഡയറക്റ്റ് ആയിട്ട് ഇവിടേക്കാണോ വന്നോ അതോ മറ്റെന്തെങ്കിലും മെഡിസിൻ കഴിച്ചിരുന്നോ? വേറെ മെഡിസിൻ ഒക്കെ എടുത്തായിരുന്നു മാഡം. കീമോ എല്ലാം കീമോ ചെയ്തായിരുന്നു. അല്ലേ? ഓക്കെ. ആ. ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ് ആന്റിക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു? ആ സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എന്താന്ന് വെച്ചാ നല്ല വീക്കായിരുന്നു. ശരീരം മൊത്തം വേദനയായിരുന്നു. ഓക്കെ. മെഡിസിൻ ഇപ്പോ ഒരു തവണയല്ലേ കഴിച്ചിട്ടുള്ളൂ? അത് 30 ആ. ഡേയ്സ് ആണോ ആ 45 ഡേയ്സ് ആണോ? 45 ഡേയ്സ്. 45 ഡേയ്സ് അല്ലേ? ഓക്കെ. ഉം. മെഡിസിൻ കഴിച്ചതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് തോന്നിയത്? ഇപ്പൊ നല്ല ആക്റ്റീവാണ്. ആക്റ്റീവ് പഴയതുപോലെ വേദനയൊന്നുമില്ല. ഓക്കെ. ആ. മദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിന്റെ അമ്മയല്ലേ? അതെ, ഭർത്താവിന്റെ അമ്മയാണ്. ഓക്കെ. അവരുടെ ഫാമിലിയില് മറ്റാർക്കെങ്കിലും ഇതിനു മുമ്പ് ഇങ്ങനത്തെ അസുഖം വന്നിട്ടുണ്ടോ? ആ, ഫാമിലിയിലെ അനിയത്തിക്ക് ഇതുപോലെ പ്രശ്നമൊക്കെ സിസ്റ്ററിനുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ജനറ്റിക് ആയിട്ട് വന്ന പ്രോബ്ലം ആണെന്നാണോ ഡോക്ടർ അതെ പറഞ്ഞത്? അതെ, ജനറ്റിക് പ്രോബ്ലം എന്നാ ആണോ? പറഞ്ഞേ. ഓക്കെ. ഓക്കെ. അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടോ ആദ്യത്തെക്കാളും? ആ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. കഴിക്കുന്നുണ്ടല്ലേ? ഓക്കെ. ആ. ഡോക്ടർ എന്താണ് പറഞ്ഞത്? എത്ര മാസം മെഡിസിൻ കഴിക്കാനാ പറഞ്ഞ? ഇപ്പോ 1 മാസം കഴിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറയാന്നാണ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇവിടെ വരുന്നതിന് മുമ്പ് ക്യാൻസറിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ബോധം ഉണ്ടായിരുന്നോ? ക്യാൻസർ എന്താണ് അതിനെ പറ്റിയൊക്കെ? ആ, അറിയായിരുന്നു മാഡം. നമ്മുടെ ഫാമിലിയിൽ ഇതിനു മുന്നേ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഓക്കെ. അറിയായിരുന്നു. ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. സോ അപ്പൊ പേഷ്യന്റിന് വന്ന മാറ്റങ്ങൾ കണ്ടിട്ട് ഫാമിലിയിലുള്ളവർക്ക് നല്ല വിശ്വാസം അതെ വന്ന് അതെ കാണുമല്ലോ. മാഡം, നല്ല പ്രതീക്ഷയിലാണിപ്പോ. ഓക്കെ. ഓക്കെ. ഈ ഹോസ്പിറ്റലിനെ പറ്റി എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? ഫ്രണ്ട്സ് എല്ലാവരും കൂടെ റെക്കമെൻഡ് ചെയ്തായിരുന്നു. ഓക്കെ. പിന്നെ റിലേറ്റീവ്സും ഞങ്ങളോട് ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. ഉം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് മാഡം. ഓക്കെ. ഇവിടെ ഡയറ്റീഷ്യനെ നിങ്ങൾ കണ്ടിരുന്നോ? ഫുഡിനെ ആ. പറ്റിയൊക്കെ പറഞ്ഞില്ല, അതാണോ മെയിൻറ്റെയിൻ ആ, ചെയ്യുന്നത്? അത് അത് തന്നെയാണ് മെയിൻറ്റെയിൻ കഴിച്ചതിന് ചെയ്യുന്നത്. ശേഷം മറ്റു പ്രോബ്ലംസ് ഒന്നും ഇല്ല ഉണ്ടായിട്ടില്ലല്ലോ ഇല്ല നിങ്ങൾക്ക്? ഇല്ല. ആണോ? ഓക്കെ. ആ. ഓക്കെ. ഡോക്ടർ എത്ര കോഴ്സാണ് പറഞ്ഞത്? ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും മാഡം. പറഞ്ഞില്ലല്ലേ? മെഡിസിൻ ഇത് കഴിക്കാൻ കണ്ടിന്യൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ഡോക്ടർ പറഞ്ഞതുപോലെ എന്തായാലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ. ഓക്കെ ഓക്കെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു താങ്ക് സോ യു. മച്ച്.